ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തെ വ്ളോഗിൻ്റെ അവസാന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരും കാണാൻ താല്പര്യമുള്ളവരും നമ്മുടെ ചാനലിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. ഓരോ പിടിവാര് അടക്കട്ടെ ഇടാൻ പറ്റേട്ടാ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുമ്പ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പോണ വഴിയിൽ നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആ ഒരു കുളമൊക്കെ ഉണ്ടല്ലോ, അമ്പലക്കുളത്തിൻ്റെ അവിടെ ആ മീനുകൾക്ക് ഇങ്ങനെ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു. മീനൂട്ട് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 രൂപയാണ് അതിന് വില. അപ്പോൾ ഞങ്ങളത് മേടിച്ചിട്ട് മീനുകൾക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹോട്ടലിൽ തപ്പിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളിതാ ഈ ഒരു ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു കടയിലാണ് കയറിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു കടയിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിലൊക്കെ നോക്കി. അപ്പോൾ ഒരു ആര്യാസ് ഹോട്ടൽ അവിടെ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മളത് തപ്പിയിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. നല്ലൊരു ഹോട്ടൽ തേടി കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ പഴയ ഹോട്ടലിൽ ഇതാണ് പറയുന്നത് ഭൂമി. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ തപ്പി ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് കാലത്ത് തന്നെ കുറച്ച് നേരം നടന്നു കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഇന്നലെ കയറിയ ഒരു ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരെ കാണുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, ഗണപതിയുടെ അമ്പലം നേരെ കാണുന്നതാണ്. നമ്മൾ അവിടുന്ന് ചുറ്റി വളഞ്ഞ്, നമുക്ക് സ്ഥലമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് ചുറ്റി വളഞ്ഞ് വന്നപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു ഇവിടെ വല്ല ഹോട്ടലും ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ആൾ കാണിച്ചെന്താണ് ഇത്. അപ്പോൾ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് പഴയ ഒരു ഹോട്ടലിലേക്ക് തന്നെ വന്നു കേട്ടോ. അതിനിപ്പോൾ നമുക്ക് ഹോട്ടലിൽ തപ്പി നടക്കാൻ നേരമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ട്രെയിനിൻ്റെ പോകാനായിട്ട് സമയമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ കയറി. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാകുമ്പോൾ മസാല ദോശയാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്റോസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ തലേ ദിവസം വന്നപ്പോൾ നമ്മൾ വലിയൊരു പൂരിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് വൈകുന്നേരമാണ് ഇത്ര ഉള്ളത്. അപ്പോൾ രാവിലെ അത് കൊടുക്കണില്ല. അപ്പോൾ നമ്മളിത് മസാല നെയ്റോസ്റ്റും അതുപോലെ തന്നെ സാധാ പൂരിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് മഹാബോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യലായിട്ടുള്ള ബോളിയും പായസം കൂടി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ബോളിക്കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കാലത്ത് തന്നെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്, ബോളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകുട്ടി നമ്മളെ കൂടെ വരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വേറെ എണ്ണം വാങ്ങിയിട്ടാണ് പോണത്. ാണ്
തുടങ്ങിയതാണ് സേവനപ്പ്. ഒരു കഷ്ണം ലച്ചോ എങ്ങനെ ഉണ്ട് നോക്കി ലച്ചോ ശ്രീകുട്ടാ വേണ്ടേ അവിടെ ഇരുന്നിട്ട് കഴിച്ചോട്ടെ. നിങ്ങളിതാ പൂവ് അടിച്ചുട്ടാ 30 രൂപയാ ഇതിന് ഒരു കഷ്ണത്തിന്. ലച്ചുന് വെച്ചെടുക്ക. ലച്ചുന് വേണാമോ പൂവ്? പൂ വയ്ക്കണ തുണിപ്പൂവാണത്. തുണിപ്പൂവ് ആണാ അല്ല വീട്ടിൽ പോയിട്ട് വെക്കാം. ഇപ്പം നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കും. ആ എനിക്ക് മേടിച്ചില്ലാണ് കേട്ടോ, അമ്മയ്ക്ക് മേടിച്ചില്ലാണ്. എന്താ മറ്റൊന്നും മേടിക്കാന്നല്ലേ മുല്ലപ്പൂ മാത്രമായിട്ടുള്ളത്. തിരുവനന്തപുരത്തോട് വിട പറയാണ് കേട്ടാ. അപ്പൊ ഇവള് 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളിഞ്ഞ് ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ ബോളിയും ഒക്കെ അടിച്ചോണ്ടിരിക്കാണ്ടാണ്. ബോളി അടിക്കുക. ബോളി കാണിച്ചില്ല തന്നെ. കന്യാകുമാരിയിൽ നിന്നും കോട്ടയം പാലക്കാട് ജംഗ്ഷൻ വഴി കൂടുതൽ പോകുന്ന മൂന്ന് എക്സ്പ്രസ് ബസ് വഴി 92 गाड़ी नंबर 16382 कन्याकुमारी से कोटयम होकर पुणे तक जाने वाली कन्याकुमारी पुणे एक्सप्रेस വേണ്ടത് മതി. ഒരെണ്ണൂടെ അവൾക്ക് ലച്ചന് കൊടുത്താ ലച്ചെന്നാ വേണ്ട വെള്ളം ആ കവറിൽ വെച്ചോ. ആ കുറച്ച് കുടിച്ചിട്ട് എടുത്ത് വെച്ചോ. വെള്ളം കുടിച്ച് വയറ് ഉറപ്പിക്കേണ്ട മൂത്രയ്ക്കാൻ പറ്റും. കുടിക്കുക എന്നിട്ട് മൂടി വേണ്ട. आमलेट खाइए। അപ്പം നമ്മളിതാ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലത്ത് നെയ്റോസ്റ്റ് മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വിശന്നാലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ പഴമൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ, ട്രെയിനിലായ കാരണം. അപ്പം അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളിതാ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂർ എത്തിയപ്പോഴേക്കും നമുക്കൊരു 4:30-5 മണിക്ക് ആവാറായിട്ടുണ്ടാവും സമയം. അങ്ങനെ നമ്മളിതാ സഫയറിൽ കയറിയിട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ കാലത്ത് ദോശ തിന്നതാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഉച്ചയ്ക്ക് കൂടുതലൊക്കെ അതൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ചേട്ടനും മക്കളൊക്കെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവരതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്.
തിരുവനന്തപുരം കറക്കൊക്കെ അവസാനിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓട്ടോയിൽ ശക്തനിലേക്ക് പോയി. അവിടുന്ന് ബസ് കയറി നമ്മൾ പാരീസിൽ വന്നിറങ്ങി. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നത് ബോളയും പായസമാണ്. അത് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ മേലെ എഴുകലും കുളിയൊക്കെ കഴിഞ്ഞു. പിള്ളേർക്ക് നാളെ പരീക്ഷ തുടങ്ങുകയാണ്. അപ്പോൾ പിള്ളേർ പഠിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. കൂട്ടേക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.